ഹലോ ഹായ് ഫ്രണ്ട്സ്. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ മുന്തിരിക്കൊത്താണ് കേട്ടോ. അപ്പം വളരെ എളുപ്പം നമുക്ക് മുന്തിരിക്കൊത്ത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഇപ്പം ഞാൻ എടുത്തേക്കുന്ന ആ ബൗളിൻ്റെ മെഷർമെൻറ്റിലാണ് ഞാൻ എടുത്തേക്കുന്നത്. 2 കപ്പ് പച്ചപ്പയർ എടുത്തിട്ടുണ്ട്, 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 2 കപ്പ് വെല്ലം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പച്ചപ്പയർ നമ്മൾ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കണം. അതുകൊണ്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. സ്ലോയിലിട്ട് വേണം ഫ്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും, പെട്ടെന്ന് അകം ഇതാവത്തില്ല. അപ്പം അതിനായിട്ട് നമ്മൾ മിക്സിയിൽ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒത്തിരി പൗഡർ ആക്കല്ലേ. ഇപ്പം ഞാനൊരു 3 ഏലയ്ക്ക അതിൻ്റെ കൂടെ ഇട്ടാണ് പൊടിച്ചെടുത്തത്. ഒത്തിരി പൗഡറായി പോകരുത്, ഇച്ചിരി തരിതരിപ്പ് വേണേ. എന്നിട്ട് ഞാനിപ്പോൾ ഒരു പാനിലോട്ട് നമ്മൾ എടുത്തു വെച്ച് 1 കപ്പ് തേങ്ങ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത്തിരി നെയ്യിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. നെയ്യില്ലേലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ഒരു ചെറിയ ബ്രൗൺ കളറാകുമ്പം ആ നല്ലൊരു മണം വരുമ്പം നമ്മളതൊന്ന് ഓഫ് ചെയ്യുക. ഇനിയിപ്പോൾ ഞാൻ അതേ ഒരു പാനിൽ തന്നെയാണ് ഞാൻ 2 കപ്പ്, ഇപ്പോൾ 2 കപ്പ് നല്ല മധുരമാണ്. മധുരം കുറവ് വേണ്ട ഒരു 1.25 കപ്പ് എടുത്താൽ മതിയേ. നല്ലോണം അത് വെല്ലം, ഞാനിപ്പോൾ നല്ല വെല്ലമാണ്, അപ്പോൾ അത് നല്ല കളറുള്ളതാണ്. അതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അലിയിച്ചെടുത്തു. എന്നിട്ട് ഞാൻ ഒരു ചുക്ക് ഓപ്ഷനാണ്. ചുക്കും ഏലക്കയും കൂടെ പൊടിച്ചാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത്, ഒരു 1 ടീസ്പൂണ്. അപ്പോൾ ചുക്ക് ചിലർക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കുക, ഏലക്ക മാത്രമായാലും മതിയേ. ചിലർ ജീരകവും ഇടുവേ. അപ്പോൾ ഞാനിതൊരു നൂൽക്കമ്പി പാകമൊന്നും എടുക്കുന്നില്ല, ഞാൻ ഒട്ടുന്ന ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. എന്നിട്ട് ഞാൻ ആ തേങ്ങയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മുടെ പൊടിച്ച് വെച്ചിരുന്ന പയർ പൊടിച്ച് വെച്ചില്ലേ, അത് ഇട്ട് നല്ലോണം ഇളക്കിയെടുക്കുക. അതുകൊണ്ട് ഇതുപോലെ ഇളക്കിയെടുക്കുക. നമ്മുടെ ആ ശർക്കരയെല്ലാം ഇതിൽ പിടിക്കത്തക്ക രീതിയിൽ ഇളക്കിയെടുക്കുക. പിന്നെ ഇതിൻ്റെ ചെറു ചൂടോട് നമ്മൾ ഉരുട്ടിയെടുക്കണേ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ് ഉരുട്ടിയെടുക്കാൻ. എന്തായാലും കണ്ടോ, നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഉരുട്ടിയെടുക്കാൻ നേരം കുറച്ച് നെയ്യ് നമ്മുടെ കയ്യിലോട്ടൊന്ന് പുരട്ടിയിട്ട് ചെറിയ ചെറിയ കുഞ്ഞു ഉരുളകളായിട്ട് മുന്തിരി ആ ഒരു വലിപ്പത്തിൽ നമ്മൾ ഉരുട്ടിയെടുക്കുക. പെട്ടെന്ന് തന്നെ ചെയ്തോണം, കാരണം അല്ലെങ്കിൽ പിന്നെ അങ്ങ് കട്ടിയായി പോവേ. നല്ലോണം ഉരുട്ടിയെടുക്കുക. ഇതൊരു ഇച്ചിരി ക്ഷമയോടെ ചെയ്യേണ്ട പണിയാണ് കേട്ടോ. അപ്പം ഇത് ചൂട് കൊണ്ട് കൈ പൊള്ളുകയും ചെയ്യും. എൻ്റെ കൈ നല്ല ചൂടെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതേ സൈസിൽ ഉരുട്ടിയെടുക്കുക. പിന്നെ ഞാനിപ്പം ഇതിന് വേണ്ടി നമ്മളൊരു മാവിൽ ഡിപ്പ് ചെയ്താണ് ഫ്രൈ ചെയ്യേണ്ടത്. അതിന് വേണ്ടി ഞാൻ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ 2 ടീസ്പൂണ് മൈദ ഇട്ട് കൊടുത്തു, ഒരു 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ ഇട്ട് കൊടുത്തു, ഒരു 1/2 ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുത്തു, 1/4 ടീസ്പൂൺ സോൾട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് എല്ലാം കൂടെ ഈ നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുന്ന ഒരു കളറ് വരാൻ വേണ്ടിയാണ്. പിന്നെ അതിൽ ഷുഗർ ഇട്ട് കൊടുത്തതും അതിനൊരു ടേസ്റ്റ് വരും ആ മാവിന്. നമ്മൾ പുറത്തെ മാവ് കഴിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റ് വരുവേ. എന്നിട്ട് ഞാനിപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് നമ്മൾ കണ്ടോ മാവെല്ലാം ഉരുട്ടി വെച്ചേക്കുവാണ് ഞാൻ. ഇതേ കൺസിസ്റ്റൻസി വേണം കലക്കിയെടുക്കാനും. ഒത്തിരി വെള്ളമായി പോകരുത്, അതിൻ്റെ പുറത്ത് കോട്ടാകത്തക്ക രീതിയിൽ വേണം കലക്കിയെടുക്കാൻ. എന്നിട്ട് നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് വെച്ചിരുന്ന് പിന്നെ കേടാവാത്തൊരു കാര്യമാണ്, വെച്ചിരുന്ന് കഴിക്കാൻ പറ്റിയതാണ് മുന്തിരിക്കൊത്ത്. പിന്നെ എൻ്റെ ചാനലിൽ തന്നെ സുഖിയൻ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഇതേപോലെയല്ല, അത് നമ്മൾ പച്ചപ്പയർ പുഴുങ്ങിയാണ് ചെയ്യുന്നത്, അത് വേറെ രീതിയിലാണ്. ഇത് നമുക്ക് വെച്ചിരുന്ന് കഴിക്കാൻ പറ്റിയതാണ്. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. അടിപൊളി ടേസ്റ്റ് കേട്ടോ, എല്ലാവരും ചെയ്ത് നോക്കണേ. നമ്മുടെ മുന്തിരിക്കൊത്ത് റെഡി. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കി ഇതിൻ്റെ അഭിപ്രായങ്ങളും എന്നോട് പറയുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത പുതിയൊരു റെസിപ്പിയിൽ നമുക്ക് ഉടനെ കാണാം. ബൈ ഫ്രണ്ട്സ്.